നോക്കൂ, അവിശ്വസനീയമായ തിരിച്ചുവരവാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നടത്തുന്നത്. നിങ്ങൾ സാധാരണ ഗുസ്തി മത്സരങ്ങളിൽ, ഡങ്കൽ മത്സരങ്ങളിൽ, പ്രാഥമിക മത്സരങ്ങളിലൊക്കെ പരാജയപ്പെട്ടു പോയതിനു ശേഷം ഫൈനൽ മത്സരത്തിന്റെ അവസാന ലാപ്പിലേക്ക് തിരിച്ചുവന്ന് വളരെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുന്നൊരു ഗോദയിലെ മത്സരാർത്ഥിയെ പോലെ BJPയുടെ അവിശ്വസനീയമായ തിരിച്ചുവരവാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 44 എന്ന നമ്പറിലേക്ക് BJP എത്തി. 2 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് കേവല ഭൂരിപക്ഷത്തിൽ ഹരിയാനയിൽ നിൽക്കുന്നത്. ഭൂപീന്ദർ ഹൂഡ അധികാരത്തിൽ നിന്ന് ഭൂപീന്ദർ ഹൂഡ സ്വപ്നം കണ്ട അധികാരം വീണ്ടും BJPയുടെ കൈകളിലേക്ക് പോകുമോ എന്നതാണ് ചോദ്യം. നോക്കൂ, ഓരോ നിമിഷവും മാറി മറിയുന്ന ട്വിസ്റ്റുകളായി മാറുന്നു ഹരിയാന. ഒരു 2020 ക്രിക്കറ്റ് മത്സരത്തിലെ സൂപ്പർ ഓവർ പോലെ അവസാനത്തെ നിമിഷത്തിലെ ഏറ്റവും ഉദ്വേഗജനകമായ മത്സരം പോലെ ആയി തീർന്നുകൊണ്ടിരിക്കുന്നു. 44-42 എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. 44-42 എന്ന കണക്കുകൾ. നമ്മളെല്ലാവരും ഒരു വലിയ സസ്പെൻസ് നിറഞ്ഞിരിക്കുന്ന ഒരു ഗുസ്തി മത്സരത്തിന്റെ അവസാനത്തെ നിമിഷം ആരാരെ പിടിച്ച് താഴെയിടും, ആരാരെ മലർത്തിയിടിക്കുമെന്ന ചോദ്യത്തിന് അവിശ്വസനീയമായ വിജയമാണ്. നോക്കൂ, വീണ്ടും 46 കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP കടക്കുന്നു. കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP കടക്കുന്നു. അവിശ്വസനീയമായ വരവ്. നോക്കൂ, കഴിഞ്ഞ 10 മിനിറ്റ് നേരത്തെ ട്രെൻഡ് നമ്മൾ നോക്കിയാൽ 19 നിന്ന് അടിവെച്ച് BJPയുടെ മുന്നേറ്റം നോക്കിയാൽ കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചു വരാനാവാത്ത വിധം BJPയുടെ വളർച്ചയെന്ന് നമുക്ക് പറയേണ്ടി വരുമോ എന്നതാണ്. നോക്കൂ, 46 പിന്നിട്ടിരിക്കുന്നു. 40 ഇടങ്ങളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്ന കാഴ്ചയുണ്ടാവുന്നു. മിന്നുന്ന പ്രകടനമാണ് BJP കാഴ്ചവെക്കുന്നത്. ഹരിയാനയിൽ BJPക്ക് ഗുണകരമായി തീർന്നത് എന്തെന്നറിയില്ല. മോദി പോലും കൂടുതൽ പ്രചരണം നടത്തിയില്ല. രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത്. എന്നിട്ടും ഹരിയാനയിൽ എന്തുകൊണ്ടാണ് വോട്ടിംഗ് ഈ രീതിയിൽ, ഈ പാറ്റേണിലേക്ക് മാറുന്നത് എന്നത് ഇനി രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാർ വിലയിരുത്തേണ്ടതുണ്ട്. ഉണർവ് വരുന്നു. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പല മണ്ഡലങ്ങളിലെയും ലീഡ് നിലയൊന്ന് പരിശോധിച്ച് നോക്കൂ. 420 വോട്ടുകൾക്ക്, 438 വോട്ടുകൾക്ക്, 431 വോട്ടുകൾക്ക്, 468 വോട്ടുകൾക്ക്, ഈ രീതിയിലാണ് 564 വോട്ടുകൾക്ക്, ഈ രീതിയിലാണ് BJPയുടെ മുന്നേറ്റം വന്നിരിക്കുന്നത്. അതായത് 400 മുതൽ 600 വരെയുള്ള വോട്ടുകളുടെ ലീഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BJP മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് സമയം വേണമെങ്കിലും അട്ടിമറിക്കപ്പെടാം. ഒരുപക്ഷെ അത് ലീഡ് നിലനിർത്തി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ്. 40 സീറ്റിന് മുകളിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാം BJP അവിടെ സർക്കാർ ഉണ്ടാക്കും. കാരണം INLDയും അതുപോലെ തന്നെ മറ്റു കക്ഷികളും സ്വാഭാവികമായും BJPയാണ് പിന്തുണയ്ക്കുക. അതായത് BJPയും കോൺഗ്രസും അല്ലാതെ 6 പേരുണ്ട്. INLD 3, അതേഴ്സ് 3. അതെ, 6 പേരുടെ സാന്നിധ്യമുണ്ട്. 6 പേരുടെ പിന്തുണ സ്വാഭാവികമായിട്ടും BJPക്കാണ് കിട്ടുക. BJP 40-ന് മുകളിൽ കടന്നാൽ ഇപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 46 സീറ്റുകളിൽ BJP മുന്നേറുമ്പോൾ 38 സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ മുന്നേറ്റം ചുരുങ്ങിയിരിക്കുന്നു. നോക്കൂ, 65 സീറ്റിലാണ്. കഴിഞ്ഞ 20 മിനിറ്റിന് മുമ്പ് 65 സീറ്റുകളിൽ മുന്നിൽ നിന്നിരുന്ന കോൺഗ്രസ് 20 മിനിറ്റ് പിന്നിടുമ്പോൾ 35 സീറ്റുകളിലേക്ക് അവരുടെ മുന്നേറ്റം ചുരുങ്ങിപ്പോയിരിക്കുന്നു. അതേസമയം കേവലം 19 സീറ്റുകളിൽ മാത്രം ലീഡ് നിലനിർത്തിയിരുന്ന BJP 46 എന്ന സംഖ്യയിലേക്ക്, അതായത് കേവല ഭൂരിപക്ഷ സംഖ്യയിലേക്ക് ഒരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു. അത്ഭുതകരമാണ് ഈ അവസാന റൗണ്ടിലെ വോട്ടെണ്ണൽ എന്ന് പറയുന്നത്. BJPക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടത് ഹരിയാനയിലെ എല്ലാ ജില്ലകളിലും, ഒരു ജില്ല ഒഴിച്ച്, അത് ഫരീദാബാദ് ആയാലും, ഹിസാർ ആയാലും, പഞ്ച്കുല ആയാലും, കുരുക്ഷേത്ര ആയാലും, കർണാൽ ആയാലും ഒക്കെ ഏകപക്ഷീയമായി കോൺഗ്രസ് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓരോ ജില്ലകളിലെയും എല്ലാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം കോൺഗ്രസ് കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ 20 മിനിറ്റുകൾക്ക് മുമ്പ് അത് മുഴുവൻ അടിപതറുന്നതാണ് കാണുന്നത്. ഇപ്പോഴത്തെ നിലയെന്ന് പറയുന്നത് 46 സീറ്റുകളിൽ BJP മുന്നേറുമ്പോൾ 38 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മുന്നേറുന്നത്. എല്ലാ രാഷ്ട്രീയ ഘടകങ്ങളും അനുകൂലമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിൽ നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഹരിയാനയിലെ വിജയം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ മൂക്കിന് താഴെയുള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനം കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയായിരുന്നുവെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതായിരുന്നില്ല. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞത് ഏകപക്ഷീയമായ ആധിപത്യമായിരിക്കും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും പ്രതീക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ അതുതന്നെയാണ് BJP നേതൃത്വവും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് നായബ് സിംഗ് സൈനി എന്ത് മാജിക്കാണ് അവിടെ കാണിച്ചത്, എന്ത് മാജിക്കാണ് ഹൂഡയ്ക്ക് കാണിക്കാൻ കഴിയാതെ പോയത് എന്ന് നമ്മളിനി രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിലയിരുത്തേണ്ടതാണ്. രാഷ്ട്രീയ പഠിതാക്കൾ വിലയിരുത്തേണ്ടതാണ്. 46-38 എന്നുള്ളതാണ് അവസാനത്തെ സ്ഥിതി. നോക്കൂ, 46 എന്ന് പറയുന്നതാണ് ആ മാജിക് നമ്പർ. ആ മാജിക് നമ്പറിലേക്ക് BJP എത്തിയിരിക്കുന്നു.